മാധവണ്ണൻ്റെ തീറുതള്ളുകൾക്ക് ശേഷം ഹോണർ X9B എന്ന് പറഞ്ഞ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി ഗൾഫ് കൺട്രീസിലേക്ക് ലോഞ്ച് ആയെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം എൻ്റെ അടുത്തൊരു ബ്രോ ഇങ്ങനെ ഫോണിൻ്റെ സജഷൻ ചോദിച്ചപ്പോൾ ആ ബ്രോ പറഞ്ഞായിരുന്നു ഇങ്ങനെ അവിടെ ഓൾറെഡി ഉണ്ടെന്നുള്ളത്. അപ്പം സെയിം ഫോൺ തന്നെയാണ് ഇവിടെയും വരുന്നതെന്നാണ് ആ സ്പെക്കിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതെ, അപ്പം X9Bനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇത് ജസ്റ്റ് ഒപ്പീനിയൻ വീഡിയോ ആണ്. ഫോൺ എൻ്റെ കയ്യിലില്ല, അതാദ്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ ഫോൺ ഉണ്ടെന്ന് വിചാരിച്ച് വീഡിയോ കാണാനാണെങ്കിൽ ഐ എം സോറി. സോ ഒപ്പീനിയൻ ഓൺലി. എനിവേ നമുക്ക് കാര്യമായിട്ട് തന്നെ നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ സർക്കുലർ അറേഞ്ച്മെൻറ്റാണ്. എനിക്ക് റിയൽമി 11 Pro ചെറുതായിട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ. മേ ബി മാധവണ്ണൻ അവിടെ നിന്ന് ഇറങ്ങിയോണ്ട് ചിലപ്പം ഹോണർ സജഷൻ കൊടുത്തതാവാം, ഡിപ്പെൻസ്. ബാക്ക് ലെതർ ആണെന്ന് തോന്നുന്നു, വീഗൻ ലെതർ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഡിസൈൻ ഈസ് ഓക്കെ, യൂസർ പെർസ്പെക്റ്റീവ് കുഴപ്പമില്ല. അടുത്തായിട്ടുള്ളതാണ് ഡിസ്പ്ലേ. ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ലോഞ്ച് ഇവന്റ് ഇപ്പം കണ്ടാലും നമുക്ക് മനസ്സിലാവും. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പം ഈ ഒരു ഫോണിന്റെ ലോഞ്ച് ഇവന്റ് എനിക്ക് കറക്റ്റ് ഡ്യൂറേഷൻ ഞാൻ ഓർക്കുന്നില്ല. എനിവേ ഒരു മണിക്കൂറാണെന്ന് വെക്കുക. 15 മിനിറ്റ് ഒഴിച്ച് ബാക്കി 3/4 മണിക്കൂറും തള്ളുന്നത് ഡിസ്പ്ലേ പറ്റിയാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡിസ്പ്ലേ എന്തോ കാര്യമായിട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചായിരിക്കും ഈ തള്ളുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് കാര്യമായിട്ട് പറയാനുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് കാര്യങ്ങളുണ്ടെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നുന്നു പറയാം. ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത് 6.78 ഇഞ്ചിന് ഒരു 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 1920 Hz PWM ഡിമ്മിങ്ങും ഉണ്ട്. ഈ ഡിസ്പ്ലേക്ക് എന്തോ അതായത് ആൻറ്റി ഡ്രോപ്പ് ഒരു ഡിസ്പ്ലേ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് ഈ ഒരു ഫോൺ താഴെ വീണ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടത്തില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. കൂടാതെ മാധവണ്ണൻ ട്വിറ്ററിൽ RIP ടെമ്പേർഡ് ഗ്ലാസ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് വരെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. കൂടാതെ തന്നെ ഇതിൻ്റെ ഒരു പ്രൈസിനകത്തുനിന്ന് 3000 രൂപ 2999 രൂപ ഓൾറെഡി 6 മാസത്തെ ഈ ഒരു ഡിസ്പ്ലേക്കുള്ള ഒരു ഗ്യാരണ്ടി അല്ലെ ഒരു വാറണ്ടി പോലെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ ഡിസ്പ്ലേ അടിച്ചുവാണെങ്കിൽ 1 ടൈം സ്ക്രീൻ റിപ്ലേസ്മെന്റ് ചെയ്തു തരും. ഫ്ലിപ്കാർട്ട് എൻ്റെ ഉണ്ടായിരുന്ന റിയൽമി C2 എന്ന് പറഞ്ഞൊരു ഫോൺ വെറും 300 രൂപയ്ക്ക് ഒരു ഫ്ലിപ്കാർട്ടിൻ്റെ പ്രൊട്ടക്ഷൻ പ്ലാൻ ഞാൻ എടുത്തായിരുന്നു 1 വർഷത്തേക്ക്. എനിക്ക് ഒരു പ്രാവശ്യം അതിൻ്റെ ടച്ച് മാറ്റി തന്ന, അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പോയിരുന്നെങ്കിൽ എനിക്ക് ഒരു പ്രാവശ്യം മാറ്റി തരുന്നത്. അപ്പം ഈ 3000 രൂപയുടെ കേസായിട്ട് എനിക്ക് അങ്ങോട്ട് കത്തുന്നില്ല. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളിപ്പോൾ കമൻറ്റിൽ പറയും ബ്രോ കർവ്ഡ് ഡിസ്പ്ലേ 1.5K റെസൊല്യൂഷൻ സ്വാഭാവികമായിട്ട് അത്ര റേറ്റ് വരും, സോ പ്രൊട്ടക്ഷൻ 3000. ഫൈൻ, എഗ്രി, ഓക്കെ, അത് പോട്ടെ. അപ്പം ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഫോൺ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 90% എനിക്കൊന്ന് എന്തോ ബൈബാക്കോ അല്ലെങ്കിൽ കാശ് തിരിച്ചു കൊടുക്കുക അങ്ങനെ എന്തോ ഒരു ഇടപാടും കൂടെ ഉണ്ട്. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞത് ഡിസ്പ്ലേ പറ്റി മാത്രമാണ്. അതായത് മെയിനായിട്ട് ഈ ഒരു ഫോൺ താഴെ വീണാൽ പൊട്ടത്തില്ലെന്നാണ് അണ്ണൻ പറയുന്നത്. നിങ്ങൾക്കറിയാം, എസ്പെഷ്യലി ഇന്നലത്തെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വാലന്റൈൻസ് ഡേ ഹാർട്ട് പൊട്ടുന്ന പോലെ ഗ്ലാസും പൊട്ടടേ, അത് സത്യമായിട്ട് ഇറ്റ്സ് എ ട്രൂത്ത്. കേട്ടെ, ആരും മനസ്സിലാക്കുന്നില്ല. സ്ക്രീൻ വിൽ ബ്രേക്ക് ലൈക്ക് ഹാർട്ട്. എത്ര വിക്ടസ് 2 ആണെങ്കിലും ഗൊറില്ലയുടെ അപ്പം പറഞ്ഞ മറ്റേ ചിമ്പാൻസി വന്നിട്ടും കാര്യമില്ല, പൊട്ടാനാണെങ്കിൽ പൊട്ടും കറക്റ്റായിട്ടും. സോ ഡിസ്പ്ലേ മേ ബി നല്ല പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഈ ചില ക്രിയേറ്റേഴ്സ് തന്നെ, ഇപ്പോൾ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചില പേജ് വെച്ചുള്ള ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ടെക്കിൻ്റെ തന്നെ വെബ്സൈറ്റ് റിവ്യൂവിനകത്തൊക്കെ ഈ വണ്ടിയുടെ മേളിൽ കൂടെ കയറ്റുന്നു അല്ലെങ്കിൽ നിലത്തോട്ട് താഴെ ഇടുന്നു, അങ്ങനെ പല ടെസ്റ്റിങ്ങും കാണിച്ചിട്ട് സർവൈവ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ഫോൺ. സത്യം പറയാൻ ഗുപ്ത അണ്ണനല്ലേ ജെറി അണ്ണനൊക്കെ ഇത് റിവ്യൂ ചെയ്താൽ ഞാൻ കുറച്ചുകൂടെ വിശ്വസിക്കാം. അവരുടെ റിവ്യൂ ഞാൻ ബേസ് ചെയ്യുകയാണ് എനിവേ. പക്ഷേ ഇതിനകത്തൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ചിലരൊക്കെ മാറ്റിൻ്റെ മേളിലൊക്കെയാണ് ഈ ഫോൺ വെക്കുന്നത്. അതായത് വണ്ടി കയറ്റുന്നുണ്ട്, മീൻസ് ടയർ ഈ പറഞ്ഞ ഫോണിൻ്റെ മേളിൽ കൂടെ കയറ്റുന്നുണ്ട്, താഴെ മാറ്റൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അതിൻ്റെ സയൻസ് അറിയത്തില്ല. മേ ബി മാറ്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എല്ലാ ഫോണും രക്ഷപ്പെടുന്ന തിയറി ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അതിൻ്റെ ഫിസിക്സ് നോക്കിയിട്ടില്ല, ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പം സാധാ ഫ്ലാറ്റ് സർഫേസിൽ വെച്ച് അവരാരും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഇത് ഇത്രയൊക്കെ നിൽക്കുന്നു. എന്തായാലും ഇതിനകത്ത് എന്തോ ഉണ്ട്. ഇപ്പം ഇപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഫോൺ താഴെ വീണാൽ അത് പൊട്ടാനുള്ളൊരു പ്രോബിലിറ്റിയിലും കുറച്ച് കുറവായിരിക്കാം ഈ ഒരു X9B പൊട്ടുക എന്നുള്ളത്. പിന്നെ കൂടുതൽ ഞാൻ ഡിസ്പ്ലേ പറ്റി പറയുന്നില്ല, കാരണം നിങ്ങൾ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കാനല്ല മേടിക്കുന്നത്. ഓഫ് കോഴ്സ് ഇതിനെ മോശവൽക്കരിക്കാനും പറ്റത്തില്ല, കൂടുതൽ എക്സ്ട്രീം നന്നായിട്ട് പറയാനും പറ്റില്ല. കാരണം ഇതൊക്കെ ഒരു ബാലൻസിലാണ് നിൽക്കുന്നത്. ഇത് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. മോശമാണെന്ന് ഞാൻ പറയണ പ്രൈസ് വെച്ച് പറയാം. ഇത് നല്ല എന്ന് പറയാൻ കാര്യം ഓഫ് കോഴ്സ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് താഴെ വീഴുമ്പോൾ തന്നെ നമ്മുടെ ചങ്ക് ഇടിക്കും ഉറപ്പായിട്ടും. ഈ ഒരു സാധനം ഇന്ന് എൻ്റെ താഴെ വീണപ്പോൾ എൻ്റെ കിളി പോയി. താഴെ വീഴാൻ പോയപ്പോൾ പിന്നെ നമ്മൾ അപ്പം പെട്ടെന്ന് നമ്മൾ ബാറ്റ്മാനാവും, പിടിച്ചെടുക്കും. അപ്പോൾ രക്ഷപ്പെട്ടു. അപ്പം ഇത് താഴെ വീഴുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിസ്പ്ലേ താഴെ വീണ് പൊട്ടാൻ പോകുന്ന ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് നന്നായിട്ട് പേടിക്കും. അപ്പം ഈ ഒരു ഫോൺ പ്രൊട്ടക്ഷൻ തരുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്.
സോ ഡൗൺസും ഉണ്ട് അപ്സും ഉണ്ട്. പക്ഷേ ഇത് വെച്ച് തള്ളി ഫോൺ ഇറക്കുക എന്നുള്ളത് അത് മാധവണ്ണൻ്റെ കഴിവാണ്. അണ്ണൻ തള്ളിൻ്റെ ഉസ്താദാന്നുള്ളത് വ്യക്തമാണ്, റിയൽമിയിൽ നിന്ന് നമുക്കറിയാം. അപ്പം ഈ പറഞ്ഞ പോളിസി എല്ലാം നിങ്ങളുടെ തലയിൽ വെക്കുക. 6 മാസത്തിൻ്റെ സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഓർക്കണം, എക്സ്ട്രാ 3000 രൂപ ആ പ്രൈസിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുക. 26,000 രൂപ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. ICC കാർഡുണ്ട്, 23,000 പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും. ഈ 23,000-നകത്ത് 3,000 രൂപ ഓൾറെഡി ഈ സ്ക്രീനിന് വേണ്ടിയുള്ള. സോ ഫോണിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ വിത്തൗട്ട് ഓഫർ മൊത്തത്തിലുള്ള വാല്യൂ 23 രൂപയും പിന്നെ ഇനി വിത്ത് ഓഫർ മൊത്തത്തിലുള്ള വാല്യൂ 20,000 രൂപ. എക്സ്ട്രാ 3,000 രൂപ കയറ്റിയേക്കുന്ന ഈ ഡിസ്പ്ലേയുടെ കാര്യത്തിന്. അപ്പം അതിനകത്തൊക്കെ ഒരു ചോദ്യചിഹ്നമുണ്ട്. അത് എതിർക്കുന്നവരുണ്ടാകാം, അനുകൂലിക്കുന്നവരുണ്ടാകും. എനിക്കിതിനകത്ത് ഒരു ഒപ്പീനിയൻ ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പറയുന്ന ഒപ്പീനിയൻ എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. അത് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ വെക്കും. ചുമ്മാ പറഞ്ഞാണ്, എനിക്ക് വലിയ രീതിയിൽ താല്പര്യമില്ല. കാരണം 3,000 രൂപ എന്ന് പറഞ്ഞാൽ ചില്ലറ കാശല്ല. സോ ഒപ്പീനിയൻ പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ ഒപ്പീനിയനാണ്. എനിവേ, പക്ഷേ ഓഫ് കോഴ്സ് ഞാൻ പറഞ്ഞു, ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അനുസരിച്ച് ആ ഒരു 3,000 രൂപ വേണ്ടി വരുമായിരിക്കാം, ഡിപ്പെൻസ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ ഡിസ്പ്ലേ പറ്റി തള്ളിയ സ്ഥിതിക്ക് ബാക്കി സാധനമൊക്കെ വെറും 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കും, അത് വേറെ കാര്യം. ഇനി പ്രോസസ്സറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ Qualcomm Snapdragon 6 Gen 1 ആണ്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾ 6 Gen 1 കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് Realme 12 Pro ആയിട്ട് റിലേറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അണ്ണൻ അവിടെ നിന്ന് ഇറങ്ങിയാലും മനസ്സിപ്പോഴവിടെ തന്നെ റിയൽമി. അതെ, അപ്പം Snapdragon 6 Gen 1 പറ്റി കൂടുതൽ പറയേണ്ടെന്ന് തോന്നുന്നു. ഇറ്റ്സ് 778G താഴെയൊക്കെ വരും. എനിവേ, ഇറ്റ്സ് ഓക്കെ, ഫൈൻ പ്രോസസ്സർ. ഓൾറെഡി അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. LPDDR4X RAM ആണ്, UFS 3.1 ആണ്. ചിലവന്മാർ ഇവിടെ UFS 4.0 ആദ്യം പറയും, പിന്നീട് 3.1 ആണെന്ന് പറഞ്ഞ് ക്ഷമ പറയും. അപ്പം ക്ഷമയുടെ സമയമാകുമ്പോൾ പ്രീ ഓർഡറിന് ടൈമും കഴിയും. സോ ഇറ്റ്സ് നോട്ട് ചാരിറ്റി, ഇറ്റ്സ് ബിസിനസ്. ഓക്കെ, അപ്പം പെർഫോമൻസിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. നോർമൽ ടാസ്കിലൊന്നും കുഴപ്പമില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ പ്രൈസുമായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല, അത് വേറെ കാര്യം. ഇനി ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 108 മെഗാ മെയിൻ ക്യാമറയുണ്ട്. 5 മെഗാ ലോകോത്തര നിലവാരമുള്ള അൾട്രാ വൈഡ്. അതെ, ഹോണർ എന്ന് പറഞ്ഞൊരു ക്യാമറ DxOMark കമ്പനിയാണ്. DxOMarkന്റെ സ്വന്തം റാങ്കിങ്ങിലുള്ള കമ്പനിയാണ്. എന്നിട്ടും 5 മെഗാ അൾട്രാ വൈഡ് കൊടുത്ത അണ്ണൻ്റെ മനസ്സ് എനിക്ക് വളരെ ഞാൻ ബഹുമാനിക്കുന്നു. അതെ, 5 മെഗാ ഇതിലും ഭേദം തരാതിരിക്കുന്നതായിരുന്നു കേട്ടോ. അതാണ് IQ ചെയ്തത്. C7 Pro 2 മെഗാ പ്രൊസസ്സറും സ്വന്തം ഈ വർഷത്തെ ആദ്യത്തെ പ്രൊസസ്സറാണ്. എന്തായാലും എനിക്ക് വളരെ സന്തോഷം ഫോർ അറ്റാപാറ്റ ഉർബ ഫോട്ടോഗ്രാഫി. താങ്ക് യു. അപ്പം 5 മെഗാ പിന്നെ 2x ഒപ്റ്റിക്കൽ സൂം ക്വാളിറ്റി ഉള്ള ഫോട്ടോ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഡിജിറ്റൽ സൂമാണ്, അതിനെയാണ് ഒപ്റ്റിക്കൽ ക്വാളിറ്റി സൂം എന്ന് പറയുന്നത്. സോ ക്യാമറ ഇതിനെപ്പറ്റി കേട്ടത് ഡീസൻറ്റ് ക്യാമറ എന്നാണ്. അതൊരു നല്ല കാര്യം തന്നെ, കാരണം ഓണറെ ട്യൂണിങ് നല്ലതുകൊണ്ടായിരിക്കും. കാരണം ഹുവാവയുടെ ഒരു കൈയുണ്ട്, അത് വേറെ കാര്യം. സോഫ്റ്റ്വെയർ നോക്കിക്കഴിഞ്ഞാൽ Android 13 ആണ്, വളരെ മോശം. Android 14 ഓൾറെഡി ഇവിടെ ഇറങ്ങി പന്തലിച്ചു. അമ്മാരിപ്പോഴും നേരം വെളുത്തിട്ടില്ല, വളരെ മോശം. 13 ഔട്ട് ഓഫ് ദി ബോക്സ്. സോഫ്റ്റ്വെയർ അത്ര ഫേമസ് അല്ല ഓണറിന്, അത് ഞാൻ കേട്ടു. 90 യൂസേഴ്സ് കുറേ പേരൊക്കെ പറഞ്ഞാൽ സോഫ്റ്റ്വെയർ പോരെന്നൊക്കെ. എനിവേ, എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ Wi-Fi 5 ആണ്, ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്, USB 2.0 ആണ്, ജാക്ക് ഒന്നും ഇല്ല കേട്ടോ. ഫൈനലി ബാറ്ററി നോക്കിക്കഴിഞ്ഞാൽ 5800 mAh ബാറ്ററിയും 35 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറുമാണ്. 5800 ഡിസേർവ്സ് എ ക്ലാപ്പ്. കാരണം 5800 mAh ഇവർ വെറും 7.98 mm തിക്നെസ്സിലാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ബിഗ് ക്ലാപ്പ്. കാരണം ബാറ്ററിയുടെ കാര്യത്തിൽ തന്നെ ഈ ഒരു ഫോൺ വേറൊരു നീഡ് കാറ്റഗറിയിലേക്ക് വരികയാണ്. അപ്പം എന്നോട് ചോദിക്കുകയാണ് 25,000 ആണ് നിങ്ങളുടെ ബഡ്ജറ്റ്, ബാറ്ററി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ബാറ്ററി കൂടുതലുള്ള ഫോണെ സജസ്റ്റ് ചെയ്യാനുള്ളൂ. ഒപ്റ്റിമൈസേഷൻ്റെ കഥയൊക്കെ പണ്ട് നമുക്ക് പറയാം, ഒപ്റ്റിമൈസ്ഡ് ആയതുകൊണ്ട് 5000 mAh അങ്ങനെ ഇപ്പോൾ പറയാനില്ല. എല്ലാ കമ്പനി വൺ ഡേ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞാൽ ബാറ്ററി കൂടുതലുള്ള ഫോൺ സജസ്റ്റ് ചെയ്യാന്നുള്ളൂ. അപ്പം ഓഫ് കോഴ്സ് 5800 ഈസ് ഗുഡ്. എന്തായാലും വൺ ഡേ അതിന് കൂടുതൽ നിൽക്കും. അപ്പോൾ ബാറ്ററി ബാക്കപ്പ് ഒക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് നോക്കാം. പിന്നെ ഹോണറിൻ്റെ പഴയ ലവേഴ്സിന് നോക്കാം. എനിവേ, ഇനി പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമേ ഞാൻ പറഞ്ഞു 8256 ഒറ്റ വേരിയൻ്റ് ആണ്. 25,999 ആണ് പ്രൈസ്. ഓവർ പ്രൈസ്, അതിനകത്ത് സംശയമൊന്നും വേണ്ട. ഇനി ഓഫർ പ്രൈസ് ICICI കാർഡുണ്ട്, 3000 ഓഫർ ഉണ്ട്, 23,000 കിട്ടും. 23,000 ഇത് ഓക്കെ പ്രൈസാണ്, ഫൈൻ പ്രൈസിങ് ആണ്. 26,000 Realme 12 Pro ആണ് മൊത്തത്തിൽ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്, ഡിസ്പ്ലേ ഒഴിച്ച്. ശരിയാണ്, ഈ താഴെ വീണാൽ പൊട്ടുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പം അത് വേണ്ടവർക്ക് ഇതിലേക്ക് പോകാം. പക്ഷേ ബാക്കി ക്യാമറയൊക്കെ നോക്കുമ്പോൾ ഇവൻ അവിടെ സോണിയുടെ സെൻസറാണ് കുറച്ചുകൂടെ ഭേദം. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് അവിടെ ഓൾറെഡി ഉണ്ട് എക്സ്ട്രാ ആയിട്ട്. പിന്നെ റിഫൈൻഡ് സോഫ്റ്റ്വെയർ അറ്റ്ലീസ്റ്റ് ഓണറിന് വന്നിട്ടേ ഉള്ളൂ. Android 14 അവിടെ ഉണ്ട്. സോ 26 എനിക്ക് വലിയ താല്പര്യമില്ല. 23 ഈസ് ഓക്കെ. ബട്ട് ഞാൻ പറഞ്ഞില്ല, ഈ സ്ക്രീൻ ഗാർഡിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ പ്രൈസ് ഇല്ലായിരുന്നു നോക്കുക. അതായത് 3000 രൂപ കുറഞ്ഞ് ഇതിൻ്റെ റെഗുലർ പ്രൈസ് 23 ഓഫർ പ്രൈസ് 20,000 ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഓഫ് കോഴ്സ് ഓണറും മാധവണ്ണനും നിങ്ങൾക്ക് അറിയാം. മാധവണ്ണൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഞങ്ങൾ കാശ് കൂട്ടി ഫോൺ ഇറക്കും, കാശ് കുറച്ച് വിൽക്കും. അതായത് കുറച്ച് നാൾ ഓഫറൊക്കെ വരാൻ നിർത്ത്,
സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പ്രൈസ് 22, ചിലപ്പോൾ 20, ചിലപ്പം ഈവൻ 18,000 വരാം. സോ പ്രൈസ് കുറയാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോഴാണെങ്കിൽ ഹോണർ വാല്യൂ ഫോർ മണി ആവും. ഇനി ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. റെഗുലർ പ്രൈസ് എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല, സീരീസിൽ എഗ്രി ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പം ഓക്കെ, കുറേ പേർക്ക് പറയാനായിരിക്കും ഡിസ്പ്ലേ ഉണ്ടല്ലോ ബ്രോ, എഗ്രി ചെയ്തൂടെ. എനിക്ക് തോന്നുന്നില്ല, പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ X9B പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ പോയിന്റിനകത്ത് എന്തെങ്കിലും എതിർപ്പുണ്ടോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എതിർപ്പ് ഉൾപ്പെടെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എതിർപ്പ് പറയണം. അതാകുമ്പോൾ എനിക്ക് തെറ്റുപറ്റെങ്കിൽ ഞാനിവിടെ തിരുത്താൻ തയ്യാറാണ്. അപ്പം പിന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കില്ല. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ എല്ലാവർക്കും